ശരി, വൈകിട്ട് വേണം. ആ ശരിടാ. എടി മഞ്ജു. എന്താ മഞ്ജുവേ, ഇതാരുടെ വണ്ടിയാ? നിങ്ങളുടെ ചേട്ടൻ കൊണ്ടുവന്ന് വെച്ചത്. ആളെന്തി? ഇവിടെ എവിടെയെങ്കിലും കാണും. ആരുടെ വണ്ടിയാണാവോ? ഇവിടെ ഇരിക്കുകയാണല്ലേ. ശരിയാക്കി തരാം കേട്ടോ. ആ സാറേ, ഞാനാ പ്രാർത്ഥന, ബ്രാഞ്ച് സെക്രട്ടറി RDP. സാറേ, ഈ KRH 12-15 മഹാ കാണാണ്ട് പോവേ, കളവ് പോവേ, എന്തിനും കേസ് സ്റ്റേഷനിലുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ വണ്ടി നമ്മടുത്തുണ്ടേ, അതുകൊണ്ട് പറഞ്ഞാ. ശരി സാർ. ഈ വണ്ടി കട്ടോണ്ട് വന്നാണെന്ന് എന്നോട് ആരാ പറഞ്ഞേ? ഏത് വണ്ടി കൊണ്ടുവച്ചാലും അപ്പൊ പറയാം അടിച്ചു മാറ്റിയാണെന്ന്. ഓ, അടിച്ചു മാറ്റാത്ത ഒരാള് പുണ്യാളാണ്ടായിരിക്കും 8 പോലീസ് കേസുള്ളത്. എന്റെ പേരിലല്ലേ, ഞാൻ സഹിച്ചോളാം. താൻ സഹിക്കും, തനിക്ക് നാണവും മാനവും ഇല്ലല്ലോ. അതുപോലെയല്ല ഞങ്ങള്. അതെ, മാന്യം മര്യാദക്ക് ജീവിക്കുന്ന ആൾക്കാരെ വിടാം. താൻ കട്ടതും മോട്ടിച്ചൊന്നും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല വീട്ടിലോട്ട്. ഞാൻ ഈ വീട്ടിൽ കയറരുത്, അതല്ല എന്റെ ഉദ്ദേശം. മനസ്സിലാവേണ്ടത് നിന്റെ ഉള്ളിലിരിപ്പ്. അതെ, തന്റെ നല്ല നിനക്ക് വീട് മാത്രമേ എഴുതി വെച്ചുള്ളൂ, ബാക്കി സ്ഥലം ഉണ്ടല്ലോ. ഭാഗം വെക്കിയ പ്രശ്നം തീർന്നില്ലേ? ഭാഗം വെക്കേ? എന്തെടുത്തിട്ട് ഭാഗം വെക്കാൻ? ഇയാളെ സ്റ്റേഷൻ നടക്കാനും കോടതി കിട്ടി രൂപ 50,000 എനിക്ക് ചെലവുണ്ട്. ആദ്യം പൈസ എന്നിട്ട് മതി ഭാഗം വെപ്പ് അവകാശമൊക്കെ. വെറുതെ 50,000 ഉലിവിക്കേണ്ടി നീ കിടന്ന് തൊള്ള വിളിക്കണേ. എടാ, വേണമെന്ന് വെച്ചാൽ നാളെ നേരം വിളിക്കുമ്പോ നിന്നെ കാശാൻ തരും. ആ തനിക്കൊക്കെ നേരം വിളിക്കും, വേറൊന്നുമല്ല. തന്റെ ഒക്കെ ഇവിടെ രാത്രിയാണല്ലോ. ഏടാ, അധ്വാനിച്ച് ജീവിക്കടോ, അതാണ് മാന്യത. ഒരു മാന്യൻ. എന്ത് നാട്ടുകാരുടെ കാശ് പിടിച്ചിട്ട് അത് പൂച്ചു വെക്കല്ലേ നിന്റെ പണി? പാർട്ടിക്കള്ള. അതെ, അനാവശ്യം പറഞ്ഞ ചേട്ടനാ നോക്കൂല, അജിച്ചകളെ പൊളിക്കും ഞാൻ. എന്നാ പൊളിക്കടാ, പൊളിക്ക്. അതെ, കാര്യം പറയുമ്പോ ചേട്ടനെ കൈയും കൊണ്ട് കാര്യമൊന്നുമില്ല. നോക്കടാ, എന്നേലും നീ പൂത്തു വെച്ചിരിക്കുന്ന കള്ളപ്പണം, കൈക്കൂലിപ്പണം ഇപ്പൊ പോലീസ് വന്ന് പൊക്കും. അന്നപ്പോ നാട്ടുകാർക്ക് മൊത്തം അറിയാലോ ഇതിന്റെ മാന്യത. കേറി പോടാത്ത്. അവൻ ചേട്ടനെ ഓട്ടയ്ക്ക് ഇത് കിട്ടിയത് പോരാ, കയ്യിലോ വെച്ചിട്ടുണ്ടോ എനിക്ക്? ഇയാളൊക്കെ എങ്ങനെ ചേട്ടനെ ഒന്നും നോക്കണ്ട. ഇവിടെ വന്നേ ചോറുമ്പ് പോളാണ്. മത്ത കുത്തിയ കൊമ്പളം മുളക്കില്ല. നമസ്കാരം. സംഗതി വക്കീല് പറയണൊക്കെ ശരിയാണ്. ഒരു ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ 3 വർഷം അകത്ത് പോയി കിടക്കേണ്ടി വരും. പക്ഷെ 1.5 ലക്ഷം രൂപയല്ലേ നിങ്ങൾ ചോദിക്കണത്? ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാണ്? അങ്ങനെ പറയല്ലോ വക്കീലേ. ഞങ്ങളെപ്പോലെ കുറച്ച് കള്ളന്മാരും കുറ്റവാളികളൊക്കെ ഉള്ളതുകൊണ്ടാ കോടതി തന്നെ കഴിഞ്ഞു പോണത്. അത് മറക്കണ്ട. അതുകൊണ്ട് മയത്തിലൊക്കെ പറ. പിന്നെ 1 ലക്ഷത്തിന് ഉറപ്പിക്കാം. വക്കീൽ ഇതെന്താണ് ഈ പറയണത്? 1 ലക്ഷം എന്റെ കയ്യിൽ വേണ്ടേ? എന്നാ പിന്നെ മുങ്ങാൻ നോക്കാം. മുങ്ങണ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വക്കീലട പറഞ്ഞണ്ട. 15-ാം തീയതി കേസ് വെച്ചേക്കണത്. അതിനുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കാം. ശരി, ഞാൻ വിളിക്കാം. എന്താണ് ബൈ ഒരു ചിന്തപ്പാടലേ? സീനാണ് ബൈ, കുറച്ച് പൈസ ഉണ്ടാക്കണം. അല്ല ബൈ, ബൈക്കിന്റെ കാര്യം എന്തായി? ഒന്ന് വിളിക്ക് ബൈ. ഞാൻ വിളിച്ചാന്നേ, പക്ഷെ ആന എടുത്തില്ല. വേറെ ഏത് വണ്ടിയാണെങ്കിലും പോട്ടേന്ന് വെക്കാം. ഇത് അച്ഛന്റെ വണ്ടിയാണ്. അച്ഛന്റെ വണ്ടിയാ? അച്ഛന്റെ വണ്ടിയാന്ന് പറയണ്ട ഭായി. ഇപ്പോൾ എനിക്ക് ഭായിയുടെ വിഷമം ശരിക്കും മനസ്സിലായത്. അച്ഛന്റെ വണ്ടി പോയാൽ ആർക്കാരും ഫീലിങ്സ് ആവും. ഫീൽ ആവുന്നില്ലേ? ഇപ്പം ഭായിയുടെ ബൈക്ക് ശരിക്കും ഇപ്പൊ ശരിയാക്കി. ഒരു കൊച്ചു മാരുതിക്കാർ കിട്ടിയത്. ഹായ് താക്കോലല്ലേ മഹ. പുണ്യാള കാത്തോളേ. അയ്യോ, എന്റെ വണ്ടി. എന്റെ യമഹെന്തായി ബൈ? വല്ല നടക്കോ? അടിച്ചോണ്ടിരിക്കേണ്ടെന്ന് ബെല്ല് ക്ലിയർ ആയിട്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആളെടുത്ത ഭായിയുടെ ഭാഗ്യം. അവന്റെ നമ്പർ എത്രയാന്ന് പറഞ്ഞത്? KRH 12-15. KRH 12-15. KRH 12-15. KRH 12.
മടങ്ങ്. ഇത് ഞാൻ പറയാറില്ല, ഗിൽബർട്ട് ഭായ് നമ്മുടെ ചമ്പക്കര കമ്പനി. ഇത് ചമ്പക്കരാണെങ്കിലും മറ്റകരാണെങ്കിലും ഇവിടെ ഒന്ന് അഭ്യാസം കണ്ടില്ല. ഒന്ന് അടങ്ങ്. നിർത്ത്. ഞാൻ പറയാം ഗിൽബർട്ട് ഭായ് എന്തേത് ഒന്ന് കൂളാ വെച്ചേ. ഇതാണ് ഞാൻ പറയാനുള്ള ശിവൻ, കൗട്ട ശിവൻ. പറഞ്ഞ നാക്കുവായിട്ടുള്ള ആള് വണ്ടിയായിട്ട് വന്നില്ലേ, അതാണ് ശിവൻ. ഇപ്പൊ മനസ്സിലായില്ലേ? പോയൊരു സോറി പറഞ്ഞു. ശിവ, അതുകൊണ്ട് അച്ഛന്റെ വണ്ടിയാണ്, അതാണ് ഫീലായത്. അടിച്ചു പറ്റുമ്പോ അച്ഛൻ്റെ അമ്മാവനോടും ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ അവരോട് ഷട്ടൂടെ പറഞ്ഞു. അത് ചെയ്യാം, അത് റെഡിയാക്കാം. നിങ്ങൾ രണ്ടുപേരും കലിപ്പൊന്ന് അവസാനിപ്പിക്ക്. രണ്ടുപേരായിട്ട് ചങ്കന്ന് ചങ്ക്. ഭായ് ഈ ഇരിക്കണ ആരെന്ന് മനസ്സിലായ? ഈ അടുത്തിടയ്ക്ക് മൂലങ്കാവ് ടെക്സ്റ്റൈൽസ് കുത്തി തുറന്ന് 5 ലക്ഷം അടിച്ചില്ലേ? ആ ഡാവണത് മൊമന്തി ഡാവ് നമ്മുടെ കൗട്ട ശിവന്ന്. വാ വാ വാ, നമ്മുടെ കമ്പനിയൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ഒരു സോറിയാ പറഞ്ഞു. നമ്മളെ കൂടി കുറച്ച് നമ്പറൊക്കെ പഠിപ്പിച്ചതാ. അതിന് ഡെഡിക്കേഷൻ വേണം. ഡെഡിക്കേഷൻ നിനക്ക് ഉണ്ടാ? ബൈ. സോറി. എന്തുണ്ട് സോറി? അതെ, അങ്ങേരെ ഷർട്ട് അങ്ങ് ഊരി കൊടുത്തേക്ക്, സോൾവ് ആവട്ടെ. ആളറിയാതെ പറ്റിയതാണ്. അച്ഛന്റെ വണ്ടിയാണ്, അതാണ് എനിക്ക് കലിപ്പായത്. ആ തൽക്കാലം ഊരണ്ട. പക്ഷെ ഇതാരും ക്ഷമിക്കും? 3 പെഗ കിടക്കണേ, ക്ഷമിക്കപ്പെട്ട കാര്യമാണോ അത്? കാശ് കൊടുത്ത് കിട്ടുന്ന സാധനം ഇത് നമുക്ക് സംഘടിപ്പിക്കാന്ന്. അതെന്നെ ഞാനും പറഞ്ഞേ. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? എങ്ങനെയെങ്കിലും കുറച്ച് സാധനം സംഘടിപ്പിക്കണം. ഇല്ലെങ്കിൽ ഫുൾ ടൈം ചൊറന്നുകൊണ്ടിരിക്കും, പിന്നെ കുരിശാവും. കൗട്ട ഫുൾ ടൈം കൗട്ടയാണ്. എന്തായാലും സാധനം വാങ്ങിക്കണമല്ല. അല്ല, കാശുണ്ടോ? കാശ് ഞാൻ ഒരു തമിഴിൻ്റെ കുറച്ച് പൈസ ഒപ്പിച്ചിട്ടുണ്ട്. പലിശിക്ക? ആ, പലിശക്ക. ആ, അടിപൊളി. എന്നൊരു 3 വാങ്ങിച്ചോ. പുള്ളി നല്ല പോളിങ്ങ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കണ്ടല്ല. വാ വാ വാ, അത്രേ ഉള്ളൂ. ഡോണ്ട് പറയുന്നു. ബായ് ബായ് നോന്നേ. ഞാനൊന്നുമില്ല. എനിക്ക് വഴി അറിയാൻ പാടില്ലെന്ന് ഒന്ന് വാന്ന്. പ്രതീക്ഷ, നീ ഒന്ന് ചെന്നേടാ. ഈ പട്ടി ഓടിച്ചിട്ട് നീ ഇവിടെ കുത്തിരിക്കേണ്ട കാര്യം എന്താണ്? പട്ടിയൊക്കെ ബസ്സേരി പോയിക്കാണ് ഒന്ന് പോയത്. ഇവരൊന്ന് ചാർത്താക്കി ഒരു കരക്കടിപ്പിക്കട്ടെ. ചെന്നേ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ചെന്നേ പെട്ടെന്ന് വന്നോളൂട്ടാ. ഒരു 3 പിന്നെ സോറി എന്ന് പറഞ്ഞ 3 ആ